രാജ്യത്ത് ഏറ്റവും കൂടുതൽ റെയിൽവേ ഒക്യുപ്പൻസിയുള്ള കേരളത്തിൽ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കാനും വരുമാനം കൂട്ടാനും ലക്ഷ്യമിട്ട് കൂടുതൽ മെമു സർവീസുകൾ തുടങ്ങാൻ ആലോചന. നിലവിൽ 60 മെമു സർവീസുകളാണ് സംസ്ഥാനത്തുള്ളത്. ഒക്യുപ്പൻസിയിൽ ഏറ്റവും മുന്നിലുള്ള പരശുറാം എക്സ്പ്രസിൽ തിരക്ക് കൂടുതൽ അനുഭവപ്പെടുന്നത് കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയും എറണാകുളം മുതൽ കൊല്ലം വരെയുമാണ്. ഈ സെഷനുകളിൽ പരശുറാമിന് മുൻപിലോ പിറകിലോ മെമു ട്രെയിനുകൾ ഓടിക്കണമെന്നാണ് നിർദ്ദേശം. പാലക്കാട് എറണാകുളം മെമു ട്രെയിനിൽ 610 പേർക്കാണ് കപ്പാസിറ്റിയെങ്കിലും 3000-ഓളം പേരാണ് ദിവസവും യാത്ര ചെയ്യുന്നത്. ഈ റൂട്ടിൽ കൂടുതൽ മെമു വന്നാൽ റെയിൽവേക്ക് ലാഭകരമായിരിക്കുമെന്നാണ് നിർദ്ദേശം. ഇതിനായി പാലക്കാട് മെമു സർവീസ് യാർഡ് പൂർത്തിയാക്കേണ്ടി വരും. കൊല്ലത്താണ് നിലവിൽ മെമു യാർഡ് ഉള്ളത്. ഇതിനു പുറമെ പാലക്കാട്, മംഗലാപുരം എന്നിവിടങ്ങളിലും മെമുവിന് സർവീസ് സൗകര്യം ഒരുക്കേണ്ടി വരും. യാത്രാ ദുരിതം കൂടുതലുള്ള മലബാർ മേഖലയിൽ മെമു സർവീസ് അധികമില്ലാത്തത് വൻ പരാതിക്കിടയാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് കൂടുതൽ മെമു സർവീസ് തുടങ്ങാൻ 2020 റെയിൽവേ തീരുമാനമെടുത്തിരുന്നു. എന്നാൽ കോവിഡും അതിനുശേഷമുള്ള നയമാറ്റങ്ങളും മൂലം നടക്കാതെ പോയി. കൊല്ലത്തുനിന്ന് കന്യാകുമാരി, തിരുവനന്തപുരം, പുനലൂർ, നാഗർകോവിൽ, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, കായംകുളം എന്നിവിടങ്ങളിലേക്കും ഗുരുവായൂരിൽ നിന്ന് തൃശൂർ, എറണാകുളം എന്നിവിടങ്ങളിലേക്കും പാലക്കാട് നിന്ന് കോട്ടയം, കണ്ണൂർ, കോഴിക്കോട്, മംഗലാപുരം എന്നിവിടങ്ങളിലേക്കും ഷൊർണൂരിൽ നിന്ന് പാലക്കാട്, മംഗലാപുരം, എറണാകുളം, തൃശൂർ എന്നിവിടങ്ങളിലേക്കുമാണ് മെമു സർവീസ് ഉള്ളത്. അതിനിടെ വേനൽക്കാലത്തെ തിരക്ക് കണക്കിലെടുത്ത് യാത്രക്കാർക്കായി പ്രത്യേക സർവീസുകൾ അനുവദിച്ച് റെയിൽവേ രാജ്യത്തെ വിവിധ സോണുകളിലായി ജൂലൈ 15 വരെ 900 സ്പെഷ്യൽ ട്രെയിനുകൾ 18,262 സർവീസ് നടത്തും. സൗത്ത് സെൻട്രൽ റെയിൽവേയിൽ 124 ട്രെയിനുകളും, വെസ്റ്റേൺ റെയിൽവേയിൽ 106 ട്രെയിനുകളും, ദക്ഷിണ റെയിൽവേയിൽ 72 ട്രെയിനുകളും, സെൻട്രൽ റെയിൽവേയിൽ 74 ട്രെയിനുകളും, നോർത്തേൺ റെയിൽവേയിൽ 76 ട്രെയിനുകളും ഓടിക്കും. കൂടാതെ ഈസ്റ്റ് സെൻട്രൽ, നോർത്ത് വെസ്റ്റേൺ, സൗത്ത് വെസ്റ്റേൺ തുടങ്ങിയ മറ്റു സോണുകളിലും പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തും. പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ദീർഘദൂര ട്രെയിനുകൾക്ക് പുറമെ ഹ്രസ്വദൂര സർവീസുകളും ഉണ്ടാകും. അനുവദിച്ചവയിൽ 660 ട്രെയിനുകൾ ഇതിനകം വിജ്ഞാപനം ചെയ്തു. വേനൽക്കാലത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും മറ്റും പോകുന്നവരുടെ എണ്ണത്തിലുള്ള വർധനയും പരിഗണിച്ചാണ് റെയിൽവേ നടപടി. അതിനിടെ സ്ക്രാപ്പ് വിറ്റ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ റെയിൽവേ നേടിയത് 6813.86 കോടി രൂപ. 6000 കോടി എന്ന ലക്ഷ്യം മറികടന്നാണ് റെയിൽവേയുടെ ഈ നേട്ടം. ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാതെ തന്നെ ഇതര വരുമാനങ്ങളിലൂടെ വളർച്ച നേടുകയും സാമ്പത്തിക ശേഷി ഉയർത്തുകയുമാണ് റെയിൽവേയുടെ ലക്ഷ്യം. ഈ വരുമാനത്തിലുള്ള സ്റ്റേഷനുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ, ശുചിത്വം, ഡിജിറ്റൽ സേവനങ്ങൾ, യാത്രാ സൗകര്യങ്ങൾ തുടങ്ങിയവ മെച്ചപ്പെടുത്തും. 2024-25 സാമ്പത്തിക വർഷത്തിലും സമാനമായി വരുമാനം റെയിൽവേ നേടിയിരുന്നു. 5400 കോടി ലക്ഷ്യം വെച്ച ഇന്ത്യൻ റെയിൽവേ അന്ന് നേടിയതാകട്ടെ 6641.78 കോടി രൂപയാണ്. 2021-22 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 290 കോടി രൂപയാണ് ടിക്കറ്റ് ഇതര വരുമാനങ്ങളിൽ നിന്ന് നേടിയത്. 5 വർഷത്തിനിടയിൽ ഏകദേശം 168% വർധനമാണ് രേഖപ്പെടുത്തിയത്. ഇതിനു പുറമെ പരസ്യം വഴിയും ടിക്കറ്റ് ഇതര വരുമാനങ്ങൾ റെയിൽവേ നേടുന്നുണ്ട്. അതേസമയം റെയിൽവേ സ്റ്റേഷനുകളിൽ പ്രീമിയം ബ്രാൻഡ് ഔട്ട്ലെറ്റുകൾ അടക്കമുള്ള പദ്ധതികളുമായി മുന്നോട്ടു പോകുമെന്ന് റെയിൽവേ അറിയിച്ചു. മൾട്ടി ലെവൽ കാർ പാർക്കിംഗ്, മെഡിക്കൽ കെയർ സെന്റർ, നഴ്സിംഗ് ബോർഡുകൾ, വീൽ ചെയർ സംവിധാനം, ഹെൽത്ത് കിയോസ്ക്, ഗെയിമിംഗ് സോൺ, പ്രീമിയം കോവർക്കിംഗ് സ്പേസ്, ഡിജിറ്റൽ ലോഞ്ച്, അതിവേഗ വൈഫൈ തുടങ്ങിയ നിരവധി പദ്ധതികളും ടിക്കറ്റ് ഇതര വരുമാനത്തിനായി ഇന്ത്യൻ റെയിൽവേ നടത്തുന്നുണ്ട്. റെയിൽ അപകടങ്ങൾ തടയുന്നതിനും സിഗ്നലിംഗ് സംവിധാനങ്ങൾ ആധുനീകരിക്കുന്നതിനുമായി 1364.45 കോടി രൂപയുടെ പദ്ധതിക്ക് റെയിൽവേ അംഗീകാരം നൽകി. കവച് സുരക്ഷാ സംവിധാനത്തിന്റെ വിന്യാസവും ആശയവിനിമയ ശൃംഖലകളുടെ നവീകരണവുമാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ദക്ഷിണ റെയിൽവേ, ഉത്തര റെയിൽവേ, ഉത്തരമധ്യ റെയിൽവേ, ദക്ഷിണമധ്യ റെയിൽവേ എന്നീ 4 റെയിൽവേ മേഖലകളിലായിട്ടാണ് നടപ്പിലാക്കുന്നത്. ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടയിടി ഒഴിവാക്കാനും സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടുള്ള പദ്ധതി റെയിൽവേയുടെ ആധുനികീകരണ പ്രക്രിയയിലെ സുപ്രധാന ചുവടുവെപ്പാണ്. ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കുന്നതിനായി വികസിപ്പിച്ച ദേശീയ സുരക്ഷാ സംവിധാനമാണ് കവച്. ഏറ്റവും പുതിയ പതിപ്പായ കവച് 4.0 നടപ്പിലാക്കുന്നതിനായി തുക നീക്കിവെച്ചു. ദക്ഷിണ റെയിൽവേക്ക് കീഴിലുള്ള 232 ലോക്കോമോട്ടീവുകളിൽ ഈ സംവിധാനം സ്ഥാപിക്കും. സുഗമമായ ട്രെയിൻ ഗതാഗതത്തിന് സിഗ്നലിംഗ് സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിനായി ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ ശൃംഖല വിപുലീകരിക്കും. ഉത്തര റെയിൽവേയിൽ 3200-ൽ പരം കിലോമീറ്റർ ദൈർഘ്യമുള്ള റൂട്ടുകളിൽ ആശയവിനിമയ ശൃംഖല നവീകരിക്കും. ഉത്തരമധ്യ റെയിൽവേയിൽ 2196 കിലോമീറ്റർ അധികം വരുന്ന റൂട്ടുകളിൽ ആധുനിക സിഗ്നലിംഗ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തും. റെയിൽവേ സ്റ്റേഷനുകളിലെ സുരക്ഷയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനായി ഇലക്ട്രോണിക് ഇന്റർലോക്കിംഗ് സംവിധാനം നടപ്പാക്കും. ദക്ഷിണമധ്യ റെയിൽവേയുടെ പരിധിയിൽ വരുന്ന തിരക്കേറിയ 49 സ്റ്റേഷനുകളിൽ ഈ സംവിധാനം കൊണ്ടുവരും. ഇതിനായി 578.02 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.